പരപ്പളവ് കണ്ടെത്താം. ABയുടെ പരപ്പളവ് എന്താ? half into B into D. അപ്പോൾ ഒരു ത്രികോണത്തിന് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ത്രികോണമുണ്ട് അല്ലേ, BCD എന്ന് പറയുന്ന ത്രികോണം, അത് ഇങ്ങോട്ട് വരയ്ക്കാം. ഈ ത്രികോണം തലതിരിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പാദം നമുക്ക് ഇതെടുക്കാം. BC എന്ന് പറയുന്നത് പാദമായിട്ട് എടുക്കാം. അതിലൊരു ഇത് B ആണല്ലോ, ഇതിന് തുല്യമാണല്ലോ ഇത്. അപ്പൊ ഇവിടെ B തന്നെ ആയിരിക്കും. അപ്പൊ ഇതും B തന്നെയാണ്. ഇനി ഉയരം വേണം. ഉയരം ഇവിടെ D അല്ലേ, ഇത് തമ്മിലുള്ള അകലം. അപ്പോ ഇവിടെ എന്തായിരിക്കും? B തന്നെ ആയിരിക്കും. ഇനി ഇതിന്റെ പരപ്പളവ് കിട്ടുമല്ലോ. ആംഗിൾ ട്രയാംഗിൾ BCD യുടെ എത്രയാ? half BD. അപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവ് കിട്ടി. ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? സമാന്തരികത്തിന്റെ പരപ്പളവ് കിട്ടും. പരപ്പളവ് സമം half BD plus half BD. എന്താ half BD plus half BD? 2 into half BD. 2 into കട്ട് ചെയ്യണോ? അപ്പോൾ BD എന്ന് കിട്ടും. എന്താ B? ഇതിന്റെ ഒരു വശം, സമാന്തരികത്തിന്റെ ഒരു വശമാണ് B. B എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തെ വെള്ളത്തെ വശങ്ങൾ തമ്മിലുള്ള അകലം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലായി? സമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു വശവും എതിർവശവും തമ്മിലുള്ള അകലത്തിന്റെ ഗുണനഫലമാണ്. അപ്പൊ നമുക്ക് എഴുതാമേ. വായിച്ചേ.